ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഇങ്ങനെ തുടക്കം തുടങ്ങി പറഞ്ഞാൽ എനിക്ക് കഥ ഈ സമയം വരെ പറഞ്ഞു തീർക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, കഥ കേട്ടോ. ഇന്നലെ വൈകിട്ട് എന്നോട് ഒരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഫോൺ എടുത്തില്ല. ഓക്കെ, ഞാൻ കുറച്ച് ദിവസം റെസ്റ്റിലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ₹1 പോലും, ഞാൻ ഇവിടെ എല്ലാവർക്കും കാണിച്ചു കൊടുത്താണല്ലോ, എൻ്റെ ആകെ 6 ദിർഹംസ് ഉണ്ടായി. ഞാൻ ₹1 പോലും എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഇവിടെ എൻ്റെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം, ₹1 പോലും എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒരു ദിവസമായിരുന്നു. 6 ദിർഹംസ് കൊണ്ടാണ് ഞാൻ ഈ 5-6 ദിവസം ഒരു കസ്റ്റമർ വിളിക്കും. അങ്ങനെ തന്നെ വൈകിട്ട് ഒരു 8 മണി 9 മണി, പിന്നെ രാത്രി 8 മണി 9 മണി ആയപ്പം 8 മണി 9 മണി ആയപ്പോൾ എന്നെ ഒരു ചെറുക്കൻ വിളിച്ചു, ഒരു ചെറിയ ചെറുക്കൻ. നമ്പർ സേവ് ചെയ്യിക്കാൻ പറയും. അങ്ങനെ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്, ഞങ്ങൾക്കൊരു വർക്കല്ല വേണ്ടത്, ഞങ്ങൾക്കൊരു പാർട്ടിക്ക് ചേച്ചിനെ ഞങ്ങൾ ക്ഷണിച്ചാൽ ചേച്ചി വരും, ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്, ഞങ്ങൾ ഇൻസ്റ്റാ റീൽസൊക്കെ ചേച്ചിട്ട് കാണാറുണ്ട്, വേറെ ഒന്നിനുമല്ല, നമുക്ക് അടിച്ചു പൊളിക്കുക, ചേച്ചി ഒന്ന് പറ എത്ര എമൗണ്ട് വരും എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ മൈരി ഞാൻ കുറേ ഇതാക്കി വിട്ടു. ഇവരെന്നെ പിന്നെയും വിളിച്ചു. അപ്പം ഇവർ പിന്നെയും വിളിക്കുമ്പോൾ ചോദിച്ചു ഇത് ഒറിജിനലാണോ അല്ലയോ. അപ്പം ഞാനൊരു എമൗണ്ട് പറഞ്ഞു, പാർട്ടിയാണ്, കേൾക്കട്ടെ കഥ കേൾക്കണം. ഞാൻ എല്ലാവരോടും ചൂടാവുന്ന വ്യക്തിയാണ്, കാരണം ഒരുപാട് പേര് നമ്മൾ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ആളുകളെ വിളിച്ച് തെറി പറയും. അപ്പം ഞാൻ ഇവനോട് ഓൾറെഡി പറഞ്ഞു 10 മണിക്ക് വരും. ഞാൻ പറഞ്ഞു എനിക്ക് രാവിലെ 6 മണിക്കൂടെ കൊണ്ടുവന്നാക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പാർട്ടി മാത്രം ഇട്ടാ, അതായത് അവിടെ പോയി അവർ 3 പേരേ ഉള്ളൂ, 3 ആൺപിള്ളേരും. അപ്പം 3 ആണുങ്ങൾ. അപ്പം ഞാൻ എടുത്ത് അവരോട് ചോദിച്ചിട്ടാണ് ഇവിടുത്തെ പോയത്, എന്തിനാണ് എങ്ങനെയാണ്. അപ്പം അവർ പറഞ്ഞത് എന്നോട് പാർട്ടിയാണ് ചേച്ചി, ഞങ്ങളിവിടെ ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്, ഓണത്തിന് ഞങ്ങൾക്ക് ലീവ് കിട്ടി, ഞങ്ങളുടെ ഒരു ഇതിലാണ് നിൽക്കണേ. അപ്പം ചേച്ചി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളുടെ കൂടെ മദ്യപിക്കുക, ഞങ്ങൾ പാട്ടൊക്കെ പാടും, ചേച്ചി ഓരോ കാര്യങ്ങൾ പാർട്ടിയായിട്ട് ഫുഡൊക്കെ വെച്ച് വരുമ്പോൾ അങ്ങനെ അതിനപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് കുഴപ്പമില്ല, ഞാനൊരു എമൗണ്ട് പറഞ്ഞു. ഓക്കെ, അത് കൂടാണ്ട് ഞാൻ അവരോട് എടുത്തു ചോദിച്ചു, കാരണം നമ്മളെല്ലാം പറഞ്ഞ് ഡീൽ ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകാൻ. അപ്പം അവർ പാർട്ടിക്ക് എന്നോട് പാർട്ടിയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇത്ര എമൗണ്ട് വരും എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ഞാനിവിടെ കിട്ടുന്ന വർക്കിൻ്റെ കാശ് കളഞ്ഞിട്ടാണ് ഇവരുടെ കൂടെ ഒരു നൈറ്റ് പോകുന്നത്, പാർട്ടി കൂടെ. ഓക്കെ, ഇപ്പം എന്നെ ആ ചോറുണ്ണാൻ വിളിച്ചാലും ഞാൻ കാശ് കൊടുക്കും, കാരണം എൻ്റെ കസ്റ്റമറെ കളഞ്ഞിട്ടാണ് ഞാൻ അവർക്കുടെ വീട്ടിൽ പോയിട്ട് ചോറുണ്ണാൻ പോകുന്നത്. അപ്പം എനിക്ക് ആ കാശിക്ക് എന്തായാലും കിട്ടണം. ഓക്കെ, അപ്പം അവർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എടുത്ത് അവരോട് ചോദിച്ച് മസാജിനും വേറെ ഒന്നിനും അല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ചേച്ചി ഞങ്ങൾ 3 ആണുങ്ങളുണ്ട്. ഓക്കെ, ഞങ്ങൾ 3 ആണുങ്ങൾ, ചിലപ്പോൾ ഞങ്ങൾ 2 പേര് 3 ആണുങ്ങൾ ചിലപ്പോൾ 2 പേര് ചിലപ്പം അറിയാലോ എടുക്കും. അപ്പം എങ്ങനെ കാര്യമുണ്ട്. അപ്പം ഞാൻ എന്താക്കി, ഞാൻ പറഞ്ഞു അതിൻ്റെ കൂടെ അത് ഞാനൊരു എമൗണ്ട് ആദ്യം പറഞ്ഞു പാർട്ടിക്ക് മാത്രം, അതിൻ്റെ കൂടെ പ്ലസ് കൂട്ടാൻ വന്നു. അപ്പം ഞാൻ ഒരാളുടെ ഇതിന് കൂട്ടിയില്ല, നമ്മളൊരു തെറ്റല്ല. അപ്പോൾ ഒരെണ്ണത്തിന് ഞാൻ അവർക്ക് ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഡിസ്കൗണ്ട് ചെയ്തു, വേണ്ടാന്ന് വെച്ചു. ഓക്കെ, ഞാൻ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞാനൊരു എമൗണ്ട് എല്ലാം അവിടെ കൂട്ടിയിട്ട് ഒരു എമൗണ്ട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു സെറ്റ് ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഓക്കെ ഒക്കെ പറഞ്ഞ് നമ്മൾ പറ്റിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു ചേച്ചി ഞാൻ റൂമിൽ താഴെത്തി, ഞാൻ ഇപ്പോൾ കുളിച്ച് റെഡിയായിട്ട് ഇവിടെ നിൽക്കുക. അപ്പോൾ അവർ സെറ്റ്, ഞാൻ പറഞ്ഞ എമൗണ്ടിന് സെറ്റാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. പക്ഷെ എനിക്ക് ആദ്യം പേടിയും ഭയവും, കാരണം ഞാൻ എല്ലാവരും ഇന്ന് അഡ്വാൻസ് മേടിക്കാറാണ് ചെയ്യാറ്. പക്ഷെ ഇത് അഡ്വാൻസ് മേടിച്ചില്ല. അന്നേരം എന്നോട് എൻ്റെ ചമാനും പറഞ്ഞു, റൈസൊക്കെ പറഞ്ഞു, ഇവിടെ കമന്റ് ഇട്ട ആൾക്കാർ ചേച്ചി സേഫ് അല്ല ചേച്ചി അങ്ങനെയാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, അവരെ ഹോട്ടലൊന്നുമല്ല, അവർ സ്വന്തം ഫ്ലാറ്റാണ്. അപ്പം ഞാൻ ഫ്ലാറ്റുകളിൽ പോയിട്ടില്ല, ഞാൻ ഹോട്ടൽ റൂംസിലാണ് പോയി, കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമുക്ക് ഹോട്ടലിൽ ഇതാക്കാം. ഫ്ലാറ്റുകളിൽ ഞാൻ പോയിട്ടില്ല. അപ്പം എനിക്ക് എൻ്റെ കയ്യിൽ കാശില്ല, കാരണം ഞാൻ അത്രയും ബുദ്ധിമുട്ടി നിൽക്കാം ഇവിടെ. ഞാൻ അത്രയും എൻ്റെ കയ്യിൽ ആകെ 6 ദിർഹംസ് ഉണ്ടായിരുന്നുള്ളൂ. വെറും 6 ദിർഹംസ് കൊണ്ട് ഞാൻ 2 ആഴ്ച ഈ റൂമിൽ ഞാൻ ഓടി. ഞാൻ ആരോടും പറഞ്ഞില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, ദൈവത്തെ നല്ല വിശ്വാസമുള്ള ലേഡിയാണ്. അപ്പം ഞാൻ 2ഉം കഴിപ്പിച്ചു. കിട്ടണ പൈസയല്ലേ കളയണ്ട, കുറേ ദിവസമായില്ലേ കയ്യിൽ കാശിലുണ്ടിരിക്കുന്നു, റൂം റെൻ്റ് അടയ്ക്കാറായെന്ന് വിചാരിച്ചു ഞാൻ 2ഉം കഴിപ്പിച്ചു. എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ താഴെ ഇറങ്ങിയിട്ടാ. എനിക്ക് ഇവരെ അറിയില്ല, എനിക്ക് ഭയങ്കര ഭയമുണ്ട്, പേടിയുണ്ട്. ഓക്കെ, ഞാൻ പോയി. അപ്പം ഞാൻ ചോദിച്ചു ദൈവമേ 2 കാർ കൊടുപ്പുണ്ടല്ലോ, ഇതിലേതാ ഈ ചേട്ടന്മാരെ കാറെന്ന് എനിക്കറിയില്ല. എന്നിട്ട് പുറത്തുനിന്ന് ഒരാൾ കൈ ഇട്ടിട്ട് ഇങ്ങോട്ട് കൈ അടിച്ചു. അപ്പം ഞാൻ കയറി കഴിഞ്ഞപ്പം എന്നെ കോൺടാക്ട് ചെക്കൻ ചേച്ചിന്ന് വിളിച്ചു. കുറച്ച് സമാധാനം ദൈവമേ. അപ്പം എന്നോട് പറഞ്ഞു ബാക്കിൽ കയറിക്കോളാൻ പറഞ്ഞു.
അപ്പം ഫ്രണ്ടിൽ അവൻ്റെ 3 ആണുങ്ങൾ 2 പേരാണ് എന്നെ കൊണ്ടുവരാൻ വന്നത്. അപ്പം ബാക്കിൽ കയറിയിരുന്നു. അപ്പം ഞാൻ വണ്ടിയൊക്കെ പരിശോധിച്ചു. കുഴപ്പമില്ല, കയറാം. കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നു ചേട്ടാ, ദീർഘശ്വാസം വീണു. നല്ല അടിപൊളി ചെക്കന്മാർ, സീരിയസ്ലി നല്ല ചെക്കന്മാർ. ഞാൻ വിചാരിച്ചു എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയായിരുന്നു. വണ്ടി കയറി ഷാർജ എത്തുന്നോടം വരെ എനിക്ക് ഭയങ്കര വിറയായിരുന്നു. ഇവരെന്നോട് കുറേ നേരം സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ കൂളായി. അപ്പോൾ ചേച്ചി കൂളാവ്, ഞങ്ങൾ ചേച്ചിനെ പറ്റിക്കോ ചതിക്കോ എന്ന് വെച്ചാൽ ചേച്ചിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം, ഫാമിലിയൊക്കെ ഞങ്ങൾക്കറിയാം, അങ്ങനെ റോങ് അല്ല, ഞങ്ങളുടെ ജോലി ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുമ്പം കൂളായി. ഇപ്പം ഷാർജ എത്തി. നല്ല ചെക്കന്മാരുണ്ടാവും, പൊളി ചെക്കന്മാർ. 3 ചെക്കന്മാരും ഒന്നിനൊന്നും മെച്ചം. എനിക്ക് കുറ്റം പറയാൻ ഒരു വോയിസും ഇല്ല. കാരണം നല്ല ചുള്ളന്മാർ. അതിൽ 2 പേര് കല്യാണം കഴിച്ചു. ഒരു ചെക്കൻ, എൻ്റെ കോണ്ടാക്ട് ചെക്കൻ മാത്രം ചെറിയ 25 വയസ്സുള്ള ചെക്കൻ, ബാക്കി 2 പേര് കല്യാണം കഴിച്ചതാണ്. അപ്പം വണ്ടിയിൽ കയറി നിന്നപ്പം നല്ല കൂളായി. പക്ഷെ അവർ റൂമിലെത്തി. ഷാർജയിൽ ഇപ്പോൾ ഒരു 20-ാം നിലയുടെ മേളിലെങ്ങാണ്ടായിരുന്നു, 20-ാം നിലയോ 18-ാം നില എങ്ങാണ്ടായിരുന്നു ഒരു റൂം. ലിഫ്റ്റ് കയറി. ഞാൻ മാസ്ക് വെച്ചിരുന്നു തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് മാസ്ക് വന്നു. ഞാൻ പറയ്ക്ക് മാസ്ക് ഉണ്ടാവും. കാരണം ഒരു വണ്ടി പാർക്കിങ്ങിലുള്ള വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നേരെ മേലോട്ട് പോയി. അപ്പോൾ മേലോട്ട് പോയപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പം ഇവരെന്നോട് നല്ല കൂളായിട്ടൊക്കെ സംസാരിച്ച് അവൻ്റെ റൂമിലെത്തിയപ്പം 3 ആണെന്നാണ് പറഞ്ഞത്. റൂമൊക്കെ തുറന്നപ്പോൾ നല്ല അത്യാവശ്യം നല്ല അടിപൊളി റൂംസ് കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ല റൂമാണ്. 2 ബെഡ്റൂമും, ഒരു ഹാള്, ഒരു ബാൽക്കണി, ബാത്റൂം, നല്ല അടിപൊളി റൂം. ഒരു രക്ഷയില്ല. കാരണം അവർ അത്രയും നല്ല കാശുള്ളവരാണ്. നല്ല റൂമും എനിക്ക് ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം 3 പേരിൽ ഒരാൾ അവിടെ കിടന്നു തുടങ്ങും, നല്ല പൂസർ കിടന്നു പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ബാഗ് കട വെച്ച് ഞാനിവിടെ ഇങ്ങനെ ഇരുന്നു. ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന് എനിക്ക് ഇവർ റെഡ് ലേബിളുണ്ട്, മറ്റേ ജോണി വാക്കറിൻ്റെ കുപ്പി എടുത്തുകൊണ്ട് പോകും. പകുതി കഴിഞ്ഞിരുന്നു. അപ്പം നിങ്ങൾക്കറിയില്ല, ഞാൻ പുറത്ത് വർക്കിന് പോയി ഞാൻ അങ്ങനെ മദ്യപിക്കാറില്ല. ഓക്കെ, പക്ഷെ നല്ല പയ്യന്മാരായിരുന്നു. എനിക്ക് അവരെയും കൊണ്ട് ഒരു ബുദ്ധിമുട്ടോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഥയ്ക്ക് വരാം. അല്ലാതെ എനിക്ക് അവരെയും കൊണ്ട് തന്നെ ഒരു മൃഗീയമായിട്ട് അങ്ങനത്തെ ഒരു ഇതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ടും 3 ആൺപിള്ളേരെ കയ്യിൽ എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം അത്ര നല്ല പെർഫെക്റ്റ് ആയിരുന്നു. കാരണം കാശൊക്കെ കൃത്യമായിരുന്നു. അവർ ആ 3 ആണുങ്ങളും സൂപ്പറായിരുന്നു. അവരെ കുറ്റം പറയാൻ എനിക്ക് വോയിസ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് അന്ന് കേൾക്കും. ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ അവർ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ നല്ല പാചകരം. അപ്പോൾ അവരോട് പറഞ്ഞു, ചേച്ചി ഞങ്ങൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്, കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് വേണ്ട ഫുഡുകളൊക്കെ റെഡി. കാരണം വെച്ചാൽ ഞാൻ അവിടെ ചെന്നപ്പോൾ നെയ്ച്ചോറ്, ബീഫ് കറി, ഓറഞ്ച്, എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ, മുന്തിരി, KFC, ചാർക്കോള്, പൊറോട്ട. കസ്റ്റമർ വിളിച്ചു. ഹലോ, യെസ് ചേട്ടാ, ഞാൻ നോക്കട്ടെ, ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. ഇക്ക കേക്ക്, അസ്രഫൊക്കെ കേൾക്കും. അങ്ങനെ എനിക്ക് വേണ്ട ഇറാനിയോ അങ്ങനെ വലിയൊരു ഉണ്ടമണ്ണുള്ളൊരു പച്ചമുന്തിരി ഇതൊക്കെ മേടിച്ച്, പിന്നെ അയാൾ അവിടെ കിടക്കുന്ന ആള് നാട്ടിൽ നിന്ന് വന്ന അയാളാണ് ശരിക്കും ഇതിൻ്റെ ആള്. ഓക്കെ, അപ്പം ആള് നാട്ടിൽ നിന്ന് മാസത്തിൽ 2-3 ദിവസമൊക്കെ ഇവിടെ ഇക്കുള്ളൂ. അപ്പോൾ അയാൾ നാട്ടിൽ നിന്ന് കുറേ സാധനമൊക്കെ കൊണ്ട് അച്ചാറൊക്കെ, അപ്പോൾ അതൊക്കെ നിരത്തി വെച്ചും കുറേ ഫ്രൂട്ട്സ്, കുറേ പലഹാരം എനിക്ക് വേണ്ടി നെയ്ച്ചോറുണ്ടാക്കി, പൊറോട്ട, ബീഫ്. പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ വയറ് നിറഞ്ഞു. അപ്പം ഞാൻ ഓൾറെഡി അവരുടെ അടുത്ത് 2 പെക്ക് അടിച്ചു. 2 പെക്ക്. അങ്ങനെ കുറേ നേരം ഇവർ വർത്താനൊക്കെ പറഞ്ഞു, നമ്മൾ 2 പേരും. അപ്പോൾ ഒരാളെ കിടക്കുക. അങ്ങനെ 2, പക്ഷെ നല്ല ചെക്കന്മാർ കേട്ടോ. എനിക്ക് 3 പേരെയും ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ചുള്ളന്മാരായിരുന്നു, സൂപ്പറായിരുന്നു. എനിക്കങ്ങനെ ആരും ഇഷ്ടപ്പെടാത്ത ഒരാളാണ്, പക്ഷെ നല്ല ചെക്കന്മാരായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പണിയും പൊളി. അതാ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഞാൻ 2 അടിച്ചോളൂ. 2 അടിച്ചപ്പോഴേക്കും എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ മിണ്ടാടി നിൽക്കുക. അപ്പോൾ അവരോട് വെച്ച് ബീച്ചേച്ചി ഒന്ന് കൂളാവുന്ന മിണ്ടാത്ത, ഒന്നുമില്ല ചേട്ടാ, അതല്ല ചേട്ടാ, ഞാൻ കുറച്ച് പൂസാവോ എന്നുള്ളൊരു പേടിയില്ല. അപ്പം ചെറുതായിട്ട് നല്ല തലയ്ക്ക് പിടിച്ചിരിക്കുന്നു. 2 അടിച്ചപ്പോഴേക്കും എനിക്ക് കുറച്ച് നല്ല തലയ്ക്ക് പിടിച്ചു. തലയ്ക്ക് കുറച്ചിങ്ങനെ പിടിച്ചു. അപ്പം അയാളും കുടിച്ചു, ഓൾറെഡി കുടിച്ചു. അവർ കുടിച്ചോട്ട് വന്നപ്പോൾ അയാൾക്കും നല്ല പൂസായി. അപ്പം അയാൾ ഇങ്ങനെ മൂണ്ടി. അപ്പം ഞാൻ നല്ല കുറച്ചിങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരുന്നു. കുടിച്ച് പൂസാണല്ലോ, കുറച്ച് 2 അടിച്ചോളൂ. അപ്പോഴേക്കും
എന്നാൽ അങ്ങനെ പിടിച്ച് നിൽക്കുക. കാരണം അലമ്പുണ്ടാക്കാനൊന്നും പറ്റില്ല, നമ്മൾ നൈറ്റ് വർക്കിന് പോയേക്കല്ലേ. അപ്പം ഞാൻ അങ്ങനെ അപ്പം എന്നോട് ചോദിച്ചാൽ എന്തും മിണ്ടാത്ത. അയ്യോ കേട്ടോ ഒന്നുമില്ല, അപ്പോൾ ഫുഡ് എനിക്ക് വേണ്ട കേട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അപ്പോൾ നിങ്ങൾ എന്നോട് പാർട്ടിക്കുന്നല്ലേ പറഞ്ഞ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഓൾറെഡി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സ്ട്രാ പൈസ കൂട്ടി ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ 2 അടിച്ച് കഴിഞ്ഞപ്പം അയാൾ എന്നെ എന്താ പറയുക ഒരു റൂമിലോട്ട് കയറ്റിയിട്ടാ. പക്ഷെ ആ ചെക്കൻ നല്ല ചുളൻ ചെക്കനാണ്. പക്ഷെ അതായിട്ട് അതിനുള്ള കഥ പറയുന്നു. കാര്യം നല്ല ചെക്കൻ പറഞ്ഞു, സ്വഭാവം നല്ലതാണ്, നല്ല സ്നേഹമായിരുന്നു, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഫുഡിന് ഫുഡ്, കള്ളിന് കള്ള്, സേഫായിട്ട് എന്നെ ഇവിടെ എത്തിച്ചു. ഞാൻ പറഞ്ഞേക്കാൾ കൂടുതൽ കാശ് എനിക്ക് തന്നെങ്കിലും ഉള്ളൂ. ഓക്കെ, എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ 3 കേക്ക് 2 പേരെന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ആദ്യം 2 പെക്കടിച്ച് വയ്ക്കുമ്പോൾ നല്ല തരിപ്പായി. എനിക്കറിയാലോ ഞാൻ കള്ളുപിടിച്ച് എൻ്റെ മൈൻഡ് എന്താണ്. ഞാൻ ചെറിയ നല്ല മൂഡിലായിരുന്നു. ആ മൂടമ്പുറത്ത് ചെയ്തെന്ന് ഓർക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കേൾക്കും. എന്നിട്ട് റൂമിലൊക്കെ നല്ല അടിപൊളി റൂംസും കാര്യങ്ങളൊക്കെ കേട്ടോ. മൊബൈലൊന്നും ഉണ്ടായില്ല ആ റൂമിൽ. മൊബൈലൊക്കെ ഇപ്പോഴത്തെ ഹാളിൽ വെച്ചിട്ടാണ് അവൻ റൂമിലോട്ട് കയറി വന്നത്. അങ്ങനെ അപ്പം ഞാൻ ഇട്ട ഡ്രസ്സാണ്. അപ്പം എന്നോട് പറഞ്ഞു ഡ്രസ്സ് ചേഞ്ച് ചേച്ചി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വേറെ ഡ്രസ്സ് കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു ഒരു കാര്യം, ഞാൻ ലുങ്കി മുണ്ട് വേണം പറഞ്ഞു. എനിക്ക് ലുങ്കി മുണ്ട് വേണ്ട, ഞാൻ ചുരിദാറിൻ്റെ എൻ്റെ ഡ്രസ്സിൻ്റെ അടിയിൽ പാൻറ് ഇട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ടീഷർട്ട് വന്നു. അപ്പോൾ അവിടെ ഞാൻ ഷർട്ട് വേണം ടീഷർട്ട് വേണം വെച്ചു. അപ്പം ആ ചെക്കന്മാരൊരു ടീഷർട്ട് എനിക്ക് വന്നു. ഷർട്ട് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ പോലെ. ഞാൻ പറഞ്ഞു എനിക്ക് ലുങ്കി മുണ്ട് വേണ്ട, മുണ്ട് എടുത്തോളാൻ പറഞ്ഞു. എനിക്ക് മുണ്ട് വേണ്ട, ഞാൻ പാൻറ് ഇട്ടേട്ട് തോന്നുന്നു. അപ്പം ഞാൻ ഡ്രസ്സ് ഊരി എടുത്തു വെച്ചിരുന്നു. അപ്പോൾ അവരാ ചെറുക്കന്മാരുടെ ഒരാൾ ടീഷർട്ട് ഇട്ടു, എൻ്റെ അടിയിൽ പാൻറ് ഉണ്ടായിരുന്നു. ഞാൻ ഡ്രസ്സ് ഇവിടുന്ന് കൊണ്ടുപോയില്ലല്ലോ, ടീഷർട്ടും പാൻറ്റും ഉണ്ടായിരുന്നു. എനിക്കിത് വെള്ളം കുടിക്കണം, എനിക്ക് നാണം വന്നു ചേച്ചി.